ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നാളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, ആദർശാണ് ഗൈസ്. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇന്നലെ എൻ്റെ ഓഫീസിൽ ഒരു ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ ചലഞ്ച് എന്താണെന്ന് പറയുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വിടുക. ഓക്കെ, അപ്പോൾ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഓഫീസ് ടൈമിൽ കുറച്ച് നേരം വയ്യാത്തതുകൊണ്ട് തന്നെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും 3 കൊളീഗ്സും കൂടെ എൻ്റെ കൂടെ വന്നായിരുന്നു. അതിലൊരു കൊളീഗ് ഇതേപോലെ ഫുഡ് കൊണ്ടുവന്നായിരുന്നു. ഒരു സ്നാക്സ് പെട്ടിയിൽ ഒരു ചപ്പാത്തിയും ഉള്ളിയും പിന്നെ തക്കാളിയൊക്കെ ഇട്ട് പുരട്ടിയൊരു സാധനം. ഓക്കെ, പക്ഷെ അത് കൊള്ളായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. അവരൊക്കെ കഴിച്ചിട്ട് ബാക്കി 2 പേര് കഴിച്ചിട്ട്, അതിൽ ഒരാൾ വന്ന് കൊണ്ടുവന്നായിരുന്നു, ബാക്കി 2 പേര് കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അവിടെ നിന്ന് ഇമ്പിളക്കി, ഇതൊക്കെ സിമ്പിളല്ലേ, ഇത് കൊണ്ടൊക്കെ സിമ്പിളാണ്, ഞാൻ ഉണ്ടാക്കും, ഇതിനേക്കാൾ നന്നായിട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. പക്ഷേ അതൊരു ചലഞ്ചാക്കി മാറ്റി. നീ ധൈര്യമുള്ളവനാണെങ്കിൽ ഇത് അടുത്ത ദിവസം ഉണ്ടായിക്കൊണ്ട് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ വെച്ച ചലഞ്ച് അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നാളെ നീ ഇത് കൊണ്ടുവരണം. ഇത് സിമ്പിളാണ്, ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നാളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ ചലഞ്ച് അക്സെപ്റ്റ് ഒക്കെ ചെയ്തെങ്കിലും ഇന്ന് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ഇന്നലെ രാത്രി പനിയായി, പിന്നെ ജലദോഷമുണ്ട്, ഇത് ഇപ്പോഴും ഉണ്ട്, സൗണ്ട് മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ആ ചലഞ്ച് ഇന്ന് തന്നെ അങ്ങ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമുക്ക് ആ ചലഞ്ചിലോട്ട് പോകാം. അതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് സാധനം മേടിച്ചിട്ട് വരാം. ആ വിഭവത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. എനിക്ക് അറിഞ്ഞുകൂടാത് പറയാൻ. അത് സത്യം പറഞ്ഞ നമ്മുടെ ചപ്പാത്തി കുനുകുന അരിഞ്ഞിട്ട്, സവാളയും കുനുകുന അരിഞ്ഞിട്ട്, പിന്നെ അതിൽ മുട്ട കിണ്ടിയതും കൂടെ അങ്ങ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലങ്ങ് തോന്നിയത് ചപ്പാത്തിയും മുട്ടയും കിണ്ടിയത്, അങ്ങനെ ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. അല്ലാണ്ട് ഇതിനൊരു പ്രത്യേക പേരൊന്നും എനിക്ക് സജസ്റ്റ് ചെയ്യാനില്ല. ഓക്കെ, ഒരു കവറ് ഹാഫ് കുക്ക് ചപ്പാത്തിയും പിന്നെ ഒരു 2 മുട്ടയും മേടിക്കാനാണ് ഗൈസ് ഇപ്പോൾ പോകുന്നത്. ഗൈസ്, ഞാൻ ചപ്പാത്തി ഉണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചപ്പാത്തി തീർന്നു പോയി. അപ്പൊ എന്റെ ചലഞ്ചിന് ഒരു അടിയായി പോയത്, ഞാൻ നമ്മുടെ ഒളിവർജിയായിട്ടൊരു വേറൊരു കടയിൽ പോയി ചപ്പാത്തി മേടിക്കാനുള്ള പോക്കാണ് ഗൈസ്. അപ്പന സാധനങ്ങളെല്ലാം മേടിച്ചു ഗൈസ്. അപ്പൊ നമുക്കിനി കുക്ക് ചെയ്യുന്നോളാം. അപ്പം ആദ്യമായിട്ട് ഈ റെസിപ്പിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കാണിക്കാം. 2 ചപ്പാത്തി മതി. ഞാനിവിടെ 2 മുട്ട എടുത്തു, 2 സവാള എടുത്തു, തക്കാളി എടുത്തു, 3 മുളക് എടുത്തു, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും മതി. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നതാണ്. എന്ത് കാര്യം ചെയ്താലും നല്ല വൃത്തിയോടെ ചെയ്യണം. സോ ക്ലെൻലിനെസ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ കുക്കിംഗ്. ആദ്യമായിട്ട് സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ സ്ലൈസ് ആക്കി ഇങ്ങനെ അരിയുക. അതുപോലെ തന്നെ തക്കാളിയും ഇതേപോലെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ സ്ലൈസ് ആക്കുക. മുളകിനെ ഇതേപോലെ ചരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുക. അപ്പോൾ അരിയേണ്ടതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇനി ചപ്പാത്തി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പം ഞാൻ ചപ്പാത്തി ഇടണം ഗൈസ്. ചപ്പാത്തി ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യണം മൂപ്പിച്ചതിന് ശേഷം. ചപ്പാത്തി അങ്ങനെ കുനുകുന അരിഞ്ഞതിന് ശേഷം ഇതാ ഇങ്ങനത്തെ പാനിൽ കുറച്ച് എണ്ണ എടുത്ത് ഒഴിച്ച് അത് ചൂടാക്കാൻ വയ്ക്കുക. ചൂടായതിനു ശേഷം നമുക്ക് സവാള ഇടാം. കൂടെ പച്ചമുളകും കൂടെ, അടുത്ത് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂടെ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് വരിക. എന്നിട്ട് അതിലേക്ക് 2 മുട്ട എന്നിട്ട് പൊട്ടിച്ച് വയ്ക്കുന്നു. എന്നിട്ട് അതിനെ നേരെ അങ്ങ് അതിൻ്റെ സ്പെഷ്യൽ ചപ്പാത്തി വിത്ത് എഗ് കിണ്ടൽ റെഡി ആയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഒളിവർ
എൻ്റെ റെസിപ്പി ഇതാ ടേസ്റ്റ് ചെയ്ത് പോകുന്നു ഗൈസ്. വേറൊരു എക്സ്പ്രഷനും കാണിക്കുന്നില്ല ഗൈസ്. എന്താണ് പറയൂ, കൊള്ളാമോ? ആ കൊള്ളാം. അടുത്ത് ആദ്യമായിട്ട് ജിമ്മിൽ പോയ ഡിൽറ്റോ ടേസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് അവൻ്റെ റിയാക്ഷൻ എന്താണ്? എങ്ങനെയുണ്ട്, കൊള്ളാമോ? ആ കൊള്ളാം. കിണ്ണം കച്ചെന്നാണ് ഗൈസ് അവൻ പറയുന്നത്. ഡിൽറ്റോ നമുക്ക് കാണാൻ സാധിക്കുന്നു. ക്യാരറ്റ് കറിയാണ്, ഇതിൻ്റെ പ്രോട്ടീനാണ് എന്ന് ആണ് അവൻ പറയുന്നത്. കഴിഞ്ഞിട്ട് കുടിക്കുമായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ റിവ്യൂ പറയുന്നത് നമ്മുടെ ബസ്സിലെളിയനാണ്. ഓക്കെ, കൊള്ളാം. ഹെവി ഐറ്റം, ബ്രേക്ക്ഫാസ്റ്റ് മെറ്റീരിയൽ. ഇത്ര ഉള്ളു. അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാനും ടേസ്റ്റ് ചെയ്തു, അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതിനി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ രണ്ടുപേരുടെയും റിയാക്ഷനാണ് എനിക്കറിയേണ്ടത്. ചലഞ്ച് അവർ തമ്മിലാണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ കൊളീഗ്സിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് അവിടെ പോയിട്ട് അവരെ പരിചയപ്പെടാം. ഓക്കെ, സോ വൈകിട്ടാണ് ഗൈസ്. അപ്പം ഞാൻ ഓഫീസിലെത്തി ഞാൻ കാണിക്കും. ഓഫീസിലെത്തി എൻ്റെ വിഭവം ഇവിടെ ഒരു പ്ലേറ്റിൽ ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്തുള്ളത് വിഷ്ണുപ്രിയ. ഓക്കെ, ഞാനിങ്ങനെ ഒരു കട്ടനെ കുടിച്ചിരിക്കുമായിരുന്നു. ഇന്നലെ ഈ സമയം കട്ടൻ കുടിച്ചപ്പോഴാണ് ഇങ്ങനൊരു ചലഞ്ച് ഏറ്റെടുക്കേണ്ടി വന്നത്. ചലഞ്ച് ചെയ്ത രണ്ടുപേരാണ് വരുന്നത്. ഇത് ആൽബിൻ, കട്ടപ്പനയിലെ കുട്ടപ്പൻ, ആൻഡ് ഡോണ മേരി. ഇവർ രണ്ടുപേരാണ് ചലഞ്ച്. ഇതും അവരവിടെ അനഘ ആൻഡ് മെറിനുണ്ട് ഗൈസ്. അപ്പോൾ ആൽബിൻ, ഡോണ. അപ്പോൾ ഫസ്റ്റ് ആരാ ടേസ്റ്റ് ചെയ്ത് നോക്കാം? ഇവരെല്ലാവരും സ്നാപ്പോളാണ് ഗൈസ്. ഡോണ 2 സ്റ്റിക്കൊക്കെ വെച്ച് തിന്നാൻ പോകും. പിന്നെ അല്ല, അടുത്ത ആൽബിൻ. അടിപൊളി. ആണുങ്ങൾക്ക് കുക്കിങ്ങിൽ വിദഗ്ധമുണ്ടെന്ന് ആദർശം തെളിയിച്ചിരിക്കുന്നു. കഴിക്കങ്ങോടെ ആ കുത്ത് അവിടുന്ന് സ്പൂൺ കൊള്ളാം. വിഷ്ണുപ്രിയയുടെ റിവ്യൂ ഒരു ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് ചെയ്ത് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. കീപ് ഇറ്റ് അപ്പ് ഓൾവേസ്. ഓക്കെ, അതെടുത്ത് കഴിച്ചേ. കണ്ടോ ഗൈസ്, ആർത്തിയോടെ തിന്നുന്നു. അതത്രയും ഇഷ്ടപ്പെട്ട് കഴിച്ചു. അടുത്ത എൻ്റെ റെസിപ്പി ട്രൈ ചെയ്യാൻ വേണ്ടി അനഘ എൻ്റെ മെറിൻ ഒന്നിക്കുവാണ്. സാധനം നീ പറയണം, എന്തുകൊണ്ടുണ്ടാക്കി, എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്തുവാ? അല്ല, പൊറോട്ട ഒന്നുമല്ല, ചപ്പാത്തിയാണ്. ഞാനുണ്ടാക്കിയത്. ഇവ നേരത്തെ കഴിച്ചാണ് ഗൈസ്, വീട്ടിൽ നിന്ന് കഴിച്ചാണ്. 3 മണിക്ക് എണീറ്റതിന് ശേഷം കഴിച്ചതാ. അങ്ങനെ തീർന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ തീർന്ന സമയം എൻ്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു, അതേപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനിയും
ചെറിയ ചെറിയ ഇതേപോലത്തെ ചലഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ വിജയകരമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയുമായി ഇനി നമുക്ക് കാണാം. ഇറ്റ്സ് മീ ആദി സൈനിങ് ഓഫ്.